നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ EN നന്ദകുമാറാണ്. സർ, പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചതോടെ കേരളം മുഴുവൻ വലിയ ചർച്ചയിലാണ്. ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴും സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ശബരിമല ആചാരങ്ങൾ തകർത്തു, ഭക്തരെ പോലീസ് പിടികൂടി കേസുകളിൽ കുടുക്കി, ജയിലിലടച്ച സർക്കാർ തന്നെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് ഭക്തരെ വഞ്ചിക്കുന്ന വലിയ രാഷ്ട്രീയ കളിയല്ലേ? 18-ാം പടിക്ക് നേരെ വിപ്ലവം നടത്തിയവരാണ് ഇന്ന് അയ്യപ്പ സ്നേഹിയായി എത്തുന്നത്. ഭക്തരുടെ വികാരങ്ങളെ കളിയാക്കുന്ന ഇത്തരം നീക്കങ്ങളെ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നത് തെറ്റാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ കേരളത്തിൽ വളരെ രസകരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. കാരണം കേരളത്തിൽ അയ്യപ്പ സംഗമം വരാൻ പോവാണ്. ഇപ്പം ഈ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന സംഘാടകര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരുമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളും ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസകളുടെ ഏറ്റവും വലിയ ഭക്തന്മാരായിരിക്കുന്ന ആളാണ്. എന്ത് ബിന്ദു അമ്മണിയൊക്കെ പങ്കെടുക്കുന്നതെന്നാണ് കേട്ടെ. ബിന്ദു അമ്മണിയുണ്ട്, രഹന ഫാത്തിമയുണ്ട്, ഇനി നളിനി ജമീൽ ഉണ്ടെന്നുള്ളവർ എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെപ്പോഴും ഏതൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്തും ആ പരിപാടിയുടെ സംഘാടകന്റെ സ്വഭാവം ഇതിനകത്ത് വളരെ വ്യക്തമാണ്. സംഘാടകന്റെ സ്വഭാവത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുക. കാരണം ക്ഷേത്രത്തെ സംബന്ധിച്ചൊന്നും ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ഞാൻ ധരിക്കുക വാസവനം കണ്ട ഇപ്പോഴത്തെ മന്ത്രി, ഈ വാസവൻ എങ്ങനെയാ അമ്പലത്തെ കുറിച്ച് എന്ത് ധാരണ ഉണ്ടാവുക? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. ശബരിമല ക്ഷേത്രത്തിന്റെ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന സമയത്തും അതേപോലെ തന്നെ മകര വിളക്ക് ഉണ്ടാവുന്ന സമയത്തൊക്കെ തന്നെ പല ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. എനിക്കറിയാവുന്ന കേരളത്തിലൊരു മന്ത്രി അവിടെ ശബരിമല ക്ഷേത്രത്തിൽ വന്നിരുന്നു. ആ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടുത്തെ മേശാന്തി തീർത്ഥം കൊടുത്തു. ആ തീർത്ഥം കൊടുത്ത സമയത്ത് ഇദ്ദേഹം ധരിച്ചത് അതെന്തോ സാനിറ്റൈസ് ചെയ്യാൻ കൊടുത്ത സാധനം എന്ന് ചോദിച്ചിട്ട് പുള്ളി കൈ കഴുകലുണ്ടായി. ഇപ്പൊ കൈ കഴുകേണ്ടതാണോ സേവിക്കേണ്ടതാണോ തലയിൽ ചേർത്ത് പിടിക്കേണ്ടതാണോ എന്നുള്ള യാതൊരു ബോധവുമില്ലാത്ത ആളുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി. ഞാൻ ചെറിയൊരു മന്ത്രിയുടെ ഒരു ഉദാഹരണം പറയാം. ഒരു ക്ഷേത്രത്തിലൊരു രസകരമായൊരു സംഭവം പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിക്ക് ചോർച്ചയുണ്ടായി. അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയോട് ചെന്നിട്ട് പറഞ്ഞു, തിടപ്പള്ളിക്ക് ഭയങ്കര ചോർച്ചയാണ്, അതുകൊണ്ട് തിടപ്പള്ളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ തിടപ്പള്ളി എന്താണെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് അതൊരു പാത്രമാണെന്ന് ധരിച്ച ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞു, എന്നാ ആ തിടപ്പള്ളിയും എടുത്തുകൊണ്ടിരാൻ പറയുകയാണ്. ഇത്തരം മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകളാണ് ഇന്ന് ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഒരു ധാരണയും അവരെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അവരിപ്പോൾ അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടും. അയ്യപ്പ സംഗമത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? അവര് രാത്രിയിൽ അവിടെ തലയിൽ മറ്റേ മുണ്ടൊക്കെ ഇട്ടുകൊണ്ട് ചില ആളുകളെ തലേ ദിവസം അവിടെ ചില പോലീസിന്റെ സെക്യൂരിറ്റിയിലേക്ക് താമസിപ്പിച്ച് അവര് വെളുപ്പിന് 3:30 മണിക്കും 2:30 മണിക്കൊക്കെ അവര് നടത്തിക്കൊണ്ട് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ശബരിമലയിലെ ഭക്തന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം എന്നെല്ലാം നാമപേരുകൾ കൊടുത്തുകൊണ്ട് അവരെത്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് എവിടെയാണ് ഈ പാർട്ടി എത്തുക? എവിടെയാണ് ഈ സർക്കാർ എത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാർ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ വലിയൊരു വാശി പിടിക്കുന്നത് എന്ന് ഒരു കാരണവശാലും അക്കാലത്ത് ആളുകൾക്ക് മനസ്സിലായില്ല. സർക്കാരിന്റെ ആവശ്യം ഇവിടെ കോടിക്കണക്കിന് വരുന്ന ഈ ഭാരതത്തിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങളെ തച്ച് തകർക്കുവാനായിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. അതിനുവേണ്ടി അവരെന്തൊക്കെ ചെയ്തത്? അവർ നവോത്ഥാന മതിൽ പണിതു. ആരൊക്കെയാ മതിൽ പങ്കെടുത്ത ആളുകള്? നവോത്ഥാന മതിൽ ചില പട്ടണത്തിൽ ഭൂതങ്ങൾ പങ്കെടുത്തു. ഞാൻ ഈ പട്ടണത്തിൽ ഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന ആരെയാണെന്നറിയാമോ? ചില ആളുകൾ പങ്കെടുക്കുന്നവര് ആപാദജൂഢം, അവര് കറുത്ത വസ്ത്രം വെച്ചിട്ട് അവരണിയും. അവര് കണ്ണുപോലും കാണാൻ വേണ്ടി സാധ്യമാവില്ല, അവരുടെ മുഖം പോലും കാണാൻ സാധ്യമാവില്ല. അത് ഗോവിന്ദനാണോ, രാമനാണോ, അബ്ദുൽ ഖാദറാണോ, ജോസഫാണോ എന്നുള്ള നിശ്ചയം ഉണ്ടാവില്ല. ഒരു ജോഡി വസ്ത്രം എടുത്തു കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും അത്തരം വസ്ത്രത്തിൽ യാത്ര ചെയ്യാം, വേണമെങ്കിൽ ബില്ലാദിനെയും യാത്ര ചെയ്യാം. അങ്ങനെയുള്ള നിരവധി ആളുകളെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള, പട്ടണത്തിൽ ഭൂതങ്ങളെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നവോത്ഥാന മതില് കേരളത്തിൽ ഒരു സമയത്തുണ്ടായിരുന്നു. ശബരിമല ക്ഷേത്രത്തിന് തച്ച് തകർക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന മതിലിന്റെ ആളുകൾക്ക് അവസാനം അതിന്റെ ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പോലും അതിനെ സംബന്ധിച്ച് ഏറ്റവും വേദനയോടുകൂടിക്കൊണ്ട് ഞങ്ങളെ പ്രീതി നരേശൻ പറഞ്ഞ വാക്ക് ഞങ്ങളെ പറ്റിച്ചു എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളെ പറ്റിക്കുന്ന രീതിയിലുള്ള നവോത്ഥാന മതിലുകൾ തീർത്തത് ഈ തരം ഒരു ചതിയുടെ, വഞ്ചനയുടെ ഫലമായിട്ടാണ്.
അതിന്റെ ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് അവർക്ക് വന്നിട്ടുണ്ടാവാം. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാത്രമല്ല ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള വിഷയമായിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഇവർ എന്തിനാണ് നവോത്ഥാന മതിൽ പണിതത്? ഈ നവോത്ഥാന മതിൽ കേരളത്തിലെ ഹിന്ദുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളെ മുഴുവൻ കൊന്നു തിന്നുന്നൊരു സമീപനമാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. എനിക്കറിയാലോ, എറണാകുളത്ത് മരിച്ചിട്ടുള്ള യുവാവായിരിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന അഭിമന്യു SFI-കാരനാണ്. അയാൾ മരിച്ചല്ലോ. അയാളുടെ പേരിൽ എത്ര പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്? ഇവരൊന്ന് വ്യക്തമാക്കട്ടെ. അവരാരാണ് രക്ഷിച്ചത്? ആ രക്ഷിച്ച ആളുകള് അഭിമന്യുവിനെ അവിടെ നിന്ന് അയാളുടെ വീട്ടിൽ നിന്ന് വട്ടവടയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലോറിയിൽ കയറി പറയാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് അയക്കുന്ന ആളുടെ പേര് ഇവരൊന്ന് വ്യക്തമാക്കേണ്ടതാണ്. ഈ പറയുന്ന SFI നേതാവിന്റെ ജാതിയും മതവും ഞാൻ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മറിച്ച് അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പച്ചക്കറി ലോറിയിൽ കടന്നു വന്ന അഭിമന്യുവിനെ അയാൾ പറഞ്ഞ ഏക തെറ്റ്, ഹിന്ദുക്കളെ ഇവിടെ ചില ആളുകൾ RSSന്റെ പേരിൽ ഹിന്ദുക്കളെ വരട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്ന് പറഞ്ഞ അഭിമന്യുവിനെ കൊലപ്പെടുത്താൻ സാധിച്ചത് SDPIക്ക് മാത്രമല്ല, ഈ കാര്യത്തിൽ SFIയുടെ അടക്കമുള്ള ആളുകളുടെ പങ്കുകൂടി, ഈ സർക്കാരിന്റെ പങ്കുകൂടി വളരെ വ്യക്തമാക്കേണ്ടതാണ്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള എല്ലാ സംഗതികളിലും ആചാര്യ സംഗമങ്ങൾ, ചില സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു, അയ്യപ്പ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതിൽ എത്രയാണ് അയ്യപ്പ ഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം എന്താണുള്ളത്? അയ്യപ്പനെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായുള്ള ചർച്ചകൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇത്തരത്തിനെ സംബന്ധിക്കുന്ന വല്ല പഠനങ്ങൾ നടക്കുന്നുണ്ടോ? ക്ഷേത്രത്തിന്റെ സമുദ്ധാരണം അതിന്റെ ഈ ചിന്തയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ? ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടോ? ആദ്യകാലത്തിനകത്തിരിക്കുന്ന ക്ഷേത്രത്തിന്റെ തീവെപ്പിനെ കുറിച്ച് ഇവർക്ക് പറയാനുള്ള അഭിപ്രായം ഇവരെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇത്തരം നിരവധി കാര്യങ്ങൾ നമ്മൾ എടുത്തു പോകുന്ന സമയത്ത് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് കൃത്യമായി ഹൈന്ദവ സമൂഹത്തെ തമ്മിലടിപ്പിക്കുവാനും അതിനെ തകർക്കുവാനും ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ബോധപൂർവമായുള്ള പരിശ്രമമാണ് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ, കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഏത് സംഗമം നടത്തിയാലും ഈ സംഗമത്തിനോടുള്ള കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായിക്കൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള, കോൺഗ്രസ്സുകാരനായിട്ടുള്ള, BJP-കാരനായിട്ടുള്ള, RSP-കാരനായിരിക്കുന്ന എല്ലാ ഹൈന്ദവ ജനതയുടെയും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തോടുള്ള ആ വികാരം ഒന്ന് തന്നെയാണെന്നുള്ള വസ്തുത ഇവർ തിരിച്ചറിയേണ്ടതാണ്. ഒരു സംഗമം നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തെ തകർക്കാൻ സാധ്യമല്ല. ഈ ആചാരവിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. കാരണം കേരളത്തിലെ ഹൈന്ദവ ജനത ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള വസ്തു കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഈ കഴിഞ്ഞൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന ശബരിമലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച നിരവധി മതിലുകൾ കെട്ടിയിട്ടും അവിടേക്ക് ചില സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടും ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ കടലിൽ കൊണ്ട് കായം കലക്കുന്ന പോലെ ആയുള്ളൂ എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതാണ്. കാരണം താങ്കൾ ഉദ്ദേശിക്കുന്ന താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാരായിരിക്കുന്ന ആളുകള് ഓരോ പ്രദേശത്തും ചെയ്തു വെച്ച ചെയ്തികളുടെ തുടർച്ചയാണ് താങ്കൾ ചെയ്തതെന്ന് താങ്കൾക്ക് വേണ്ടി വാദിക്കാം. ഇത് സ്റ്റാലിൻ 1935 തുടങ്ങിയിട്ട് 45 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്റ്റാലിൻ ഏത് തരത്തിലാണോ റഷ്യ ഭരിച്ചത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പുസ്തകം എഴുതിയിരിക്കുന്നത് P. കേശവദേവന്റെ പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം ആണ് പുസ്തകത്തിന്റെ പേര്. സമാനമായിട്ട് കേരളത്തിന്റെ സ്റ്റാലിനായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ ഹൈന്ദവ ജനതയെ, അവിടെ സ്റ്റാലിൻ നടത്തിയത് അവിടുത്തെ പൂർവാശ്രമികളായിരിക്കുന്ന ആളുകളെ, കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത മുഴുവൻ ആളുകളെ വംശനാശം വരുത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന സ്റ്റാലിന്റെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്ന 23 പേരില് 15 പേരെയും വധിച്ചിട്ടുള്ള സ്റ്റാലിൻ. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, P. കേശവദേവ് പറയുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രത്തിൽ പറയുന്നതാണ്. അങ്ങനെയുള്ള ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ഈ ചരിത്രത്തിന്റെ സംരക്ഷകനായിട്ട് പിണറായി വിജയൻ എത്തുന്നു. അദ്ദേഹം ഹൈന്ദവ സമൂഹത്തിന്റെ വംശനാശത്തെ അദ്ദേഹം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ചൂട്ടുപിടിക്കുന്നത് ഏത് മരുമകനായാലും കൊള്ളാം. ഈ പറയുന്ന ആളുകളെല്ലാം മനസ്സിലാക്കേണ്ട വസ്തുത, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു വലിയൊരു പാരമ്പര്യം കേരളത്തിലെ ഹൈന്ദവ ജനതയെ സംബന്ധിച്ചുണ്ട്. ഈ ഹൈന്ദവ
ജനത ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനധികൃതമായിരിക്കുന്ന ഇടപാടുകളെ തകർത്ത് ഉന്മൂലനം ചെയ്യുവാനുള്ള കരുത്തും ശക്തിയും ശേഷിയുമുള്ള ഒരു വലിയ ജനതയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതെ, അയ്യപ്പസ്വാമിയെ ലോകത്തിന് വീണ്ടും പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ് സർക്കാർ ഇറങ്ങിയത് ഭക്തരെ ആദരിക്കാനല്ല, വോട്ടിനായുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. ശബരിമലയെ ആക്രമിച്ചവരും 18-ാം പടിക്ക് നേരെ വിപ്ലവം നടത്തിയവരും ഭക്തരെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ചവരും ഇന്ന് അയ്യപ്പ സ്നേഹിയായി വേഷം മാറുന്നത് അത് ഭക്തിയെ അപമാനിക്കുന്നതും വിശ്വാസത്തെ കളിയാക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് സംഗമമൊന്നുമല്ല, ഭക്തർക്കെതിരായുള്ള വ്യാജ കേസുകൾ പിൻവലിച്ച് മാപ്പ് പറയുന്നതും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതുമാണ്. അതുകൊണ്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം സത്യസന്ധവും നീതിയുക്തവുമാണ്. അയ്യപ്പസ്വാമിയുടെ പേരിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകം ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശബരിമലയും അയ്യപ്പ വിശ്വാസവും സംരക്ഷിക്കാൻ ഒരുമിച്ച് നിലകൊള്ളുക, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യഥാർത്ഥ ഭക്തിയുടെ പ്രഖ്യാപനം. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ. നന്ദി, നമസ്കാരം.